ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ്. അതുപോലെ തന്നെ ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ നിങ്ങളെപ്പറ്റി എന്തൊക്കെ ഫീലിങ്സും ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ആ ഒരു പേഴ്സൺ എടുത്തിട്ടുള്ളത് എന്നൊക്കെയാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ടൈംലെസ് റീഡിങ്ങും ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാവരുടെയും എനർജി ആയിട്ട് മാച്ച് ചെയ്യണമെന്നില്ല. സോ നമ്മുടെ എനർജി ആയിട്ട് മാത്രം മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തവർ ഇത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് റിലീസ് ചെയ്യുക. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ചിട്ട് ഈ ഒരു പേഴ്സൺ വളരെയധികം വിഷമിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളൊരു നോ കോണ്ടാക്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടെയാണ് പോകുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു ബ്രേക്കപ്പ് ആയൊരു സമയത്തൊന്നും ആ ഒരു വ്യക്തി നിങ്ങളുടെ കാര്യത്തിലൊന്നും വളരെയധികം മൈൻഡ് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. അയാളുടെ ഇഷ്ടത്തിൽ അയാൾ പോയി, അങ്ങനെ നിങ്ങളുടെ ഫീലിങ്സിനൊന്നും യാതൊരു ടൈപ്പ് ഓഫ് ഇമ്പോർട്ടൻസും അയാൾ കൊടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള ആ ഒരു എനർജി മാറിയിരിക്കുകയാണ്. അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെപ്പറ്റി നല്ല രീതിയിലുള്ളൊരു ഇഷ്ടമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അയാൾക്ക് നിങ്ങളോട് കാണിച്ചത്, അതായത് ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം, ഈ ഒരു പേഴ്സൺ എന്താണ് ഇത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്, എന്താണ് ഈ ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, അതായത് സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്ന സമയത്തുള്ളതിനെക്കാട്ടി ഇൻഡിഫറൻ്റ് ആയിട്ടൊക്കെ പെരുമാറുന്നത് എന്താണെന്നൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് ജെന്യുവൻ ആയിട്ടുള്ളൊരു ആൻസർ കിട്ടിയിട്ടില്ല ഈ ഒരു റിലേഷനിൽ. എന്താണ്, അതായത് നമ്മൾ എന്തിലും നമുക്ക് നിർത്തണമെങ്കിൽ നമുക്കൊരു ആൻസർ വേണമല്ലോ. ഇവർ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്, നമുക്ക് അവർ പറഞ്ഞില്ലേ നമ്മുടെ മൈൻഡിൽ അങ്ങനെയുള്ള ഒരു ഫീലിങ്സ് നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ഈ ഒരു വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഇയാൾ ഒന്നും പറഞ്ഞിട്ടില്ല. ഇയാൾ കംപ്ലീറ്റ്ലി നിങ്ങൾ അവോയ്ഡ് ചെയ്തും അല്ലെങ്കിൽ നിങ്ങളോട് നോ കോണ്ടാക്റ്റും അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ഒന്ന് വിളിക്കും, അങ്ങനത്തേക്ക് ഒരു എനർജിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം വളരെയധികം ഫീൽ ചെയ്യുന്നുണ്ട്. ആ പേഴ്സണ് നിങ്ങളോട് കാണിച്ച ഓരോ, അതായത് അയാളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണിച്ച ഓരോ ഡിസിഷനെ ഓർത്ത് അയാളിപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഓരോ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തും വേണമെങ്കിൽ പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന കാര്യമായിരുന്നു, നിങ്ങളോട് പറയാമായിരുന്നു എന്നൊക്കെ അയാൾക്ക് തോന്നുന്നുണ്ട്. അന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, ഞാനാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഇത്രയും പ്രോബ്ലംസ്, അതായത് ഇത്രയും വഷളാക്കിയത് ഞാനാണ്. സോ അന്നേ ഇത് ഓക്കെ ആക്കി പോയിരുന്നെങ്കിൽ ഇവിടെ ഇത്രയും വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഓർത്തിപ്പോൾ അയാൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണമെന്നും നിങ്ങളോട് പഴയ പോലെയൊക്കെ സംസാരിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ നിങ്ങളുടെ ഒരു എനർജി വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരുപാട് ഹീൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരുപാട് മാറി നമുക്കൊരു അറ്റാച്ച്മെൻ്റ് അല്ല, നമുക്ക് അയാളുടെ ആ ഒരു ഇഷ്ടം ഉണ്ട് നമ്മുടെ മൈൻഡിൽ. നമ്മൾ അയാൾ എന്ത് ചെയ്യണമെന്നൊക്കെ അറിയാനൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നൊക്കെയുണ്ട്. പക്ഷേ എങ്കിൽ കൂടെയും നിങ്ങൾ ഒരുപാട് ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ മാറി, മൈൻഡ് കൊണ്ട് നിങ്ങൾ ഒരുപാട് ആ ഒരു ലെവലിലോട്ട് സ്പിരിച്വലി നിങ്ങൾ മാറിയിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഇന്നിപ്പോൾ അയാൾക്കറിയാം, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒട്ടും ബോധം ചെയ്യുന്നില്ല. ഈ ഒരു പേഴ്സൺ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾ ആ ഒരു എനർജിയാണ് ഇപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് വിഷമമുണ്ട്. അതായത് അയാളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത ട്രബിളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അപ്പോൾ അതിനോർത്ത് അയാൾ വളരെയധികം വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇയാൾ മാറിയതിന് ശേഷം ഇയാൾ ഭയങ്കരമായിട്ട് സന്തോഷവാനായിരുന്നു. ഇയാൾക്ക് പ്രത്യേകിച്ച് ഫീലിങ്സോ ഇമോഷൻസോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇയാൾക്ക് എന്താ പറയുക, ഇയാൾ ഭയങ്കര അയാളുടേതായിട്ടുള്ള രീതിയിൽ അയാൾ ഒരുപാട് കാര്യങ്ങൾ അയാൾ ലൈഫിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ചിലപ്പോൾ തന്നെ നിങ്ങളുടെ ഒരു ലൈഫിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ എൻഡിങ് ആ ഒരു ടൈമൊക്കെ ഉണ്ടല്ലോ, ഇയാൾക്ക് ഇഷ്ടമില്ല എന്നല്ലെങ്കിൽ ഇയാൾ കംപ്ലീറ്റ്ലി മാറുന്നെന്നൊക്കെ തോന്നിയൊരു സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകും. ചില എനർജീസിന് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇവർ ഒരുപാട് കോൾസ്, അതായത് ഇവർ മിക്കവാറും ഫോണിൽ സംസാരിക്കുന്നത് നിങ്ങൾ കാണാറുണ്ട്. കൂടുതൽ ടൈമും ഇവർ ഫോണിൽ, അതായത് ഇവർക്ക്
അയാൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതോ ഒരു ആളോ അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ ഉണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ നിങ്ങളോട് കൂടുതൽ സംസാരിക്കാതെ ഇവർ വേറെ ആൾക്കാരിനോടൊക്കെ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. അവരോട്, അതായത് നിങ്ങളോട് വേറൊരു രീതിയിൽ കാണിക്കുന്ന ദേഷ്യം അല്ലെങ്കിൽ ഇറിറ്റേറ്റിംഗ് എന്ന രീതിയിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവരോട് അയാൾ വളരെ കൂളായിട്ടും വളരെ സന്തോഷത്തോടു കൂടെയൊക്കെ ഫോണിലൊക്കെ സംസാരിക്കുന്നു. അതല്ലെങ്കിൽ ഇപ്പോൾ ഇവൻ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലീസൊക്കെ തന്നെ തമ്മിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലീസിനോടും നിങ്ങളുടെ കസിൻസിനോടും അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ അയാൾ വളരെ സ്നേഹത്തോടു കൂടി നല്ലൊരു ആളായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ അടുത്തോട്ട് വരുമ്പോൾ ആ എനർജി കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത് വേറൊരു രീതിയിലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെ വളരെയധികം ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നത്തെ കാര്യം, ഇയാൾ ഭയങ്കര എന്താ പറയുക, ഒരു അഡ്വഞ്ചറസ് ലൈഫ് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഭയങ്കര എന്താ പറയുക, എല്ലാം വളരെ ഹാപ്പിയാണ് അയാൾക്ക്. അതായത് അങ്ങനത്തെ ഒരു എനർജിയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാ കാര്യത്തിലും, ഭയങ്കര സന്തോഷം, ഭയങ്കര ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഭയങ്കര ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ്. പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളോട്ട് വരുമ്പോൾ ആ എനർജി കംപ്ലീറ്റ് ആയിട്ടും ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു പേഴ്സണിൻ്റെ ഉള്ളിൽ നിങ്ങളോട് യാതൊരുവിധ ടൈപ്പ് ഓഫ് അറ്റാച്ച്മെൻ്റൊന്നും ലാസ്റ്റത്തെ ആ ഒരു ടൈമിലൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നിങ്ങളിൽ നിന്ന് മാറിയതിന് ശേഷം നിങ്ങളുടെ ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ ആ ഒരു പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പിന്നത്തെ കാര്യം, ഇപ്പോൾ അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തായിരുന്നു, നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനെ പറ്റി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അയാളുടെ ലൈഫിൽ ഉണ്ടാക്കി, അതായത് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുള്ളതും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പറ്റി ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ശരിക്കും ഇപ്പോൾ നിങ്ങളെ നഷ്ടപ്പെട്ടെന്ന് ആ ഒരു എനർജി മനസ്സിലാക്കിയത് കൊണ്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി വെച്ചിട്ട് നമുക്ക് പറയുന്നത് നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നെഞ്ച് തകർന്നു പോകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളും, നിങ്ങൾ ആരും ചിലപ്പോൾ സപ്പോർട്ട് പോലും ചെയ്തിട്ടുണ്ടാവത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ വേണ്ട, അല്ലെങ്കിൽ എന്തോ ചിലപ്പോൾ എന്താണെന്നറിയില്ല, അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ ആരോടും ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഒരുപാടധികം വിഷമിച്ചിട്ടുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ നിന്നും മാറിയ സമയത്ത് നിങ്ങൾ മേ ബി ഒരു വല്ലാത്തൊരു ഡിപ്രഷൻ മോഡിലൂടെയൊക്കെയാണ് പോയിട്ടുള്ളത്. ഒരു എന്താ പറയുക, വല്ലാത്തൊരു എനർജിയിലായിരുന്നു നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഈ ഒരു വിചാരമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൺ ബാക്കി എല്ലാവരോടും നല്ലതുപോലെ സംസാരിക്കുന്നു, എന്നോട് മാത്രം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു എന്നൊക്കെ എപ്പോഴും മൈൻഡിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എപ്പോഴും നിങ്ങളെ വളരെയധികം വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടൊക്കെ പെരുമാറുന്നതൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് വിഷമിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അതായത് സ്റ്റാർട്ടിങ്ങിൽ കുഴപ്പമില്ല എങ്കിൽ, പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്റ്റേജ് മുതൽ ഒരുപാട് ഇങ്ങനത്തെ പ്രോബ്ലംസ് അത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലാണോ ചോദിക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പിലാണ്. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പർ ഒരു സ്നേഹവും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. പക്ഷെ വെളിയിൽ നിന്ന് കാണുന്നവർക്ക് നിങ്ങൾ റിലേഷൻഷിപ്പിലാണ്. പക്ഷെ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഇയാൾ എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതൊക്കെ ഓർത്ത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ അതിൽ നിന്നൊക്കെ വെളിയിൽ വന്നു. നിങ്ങൾ എങ്ങനെയൊക്കെയാണോ ആ ഒരു റിലേഷനെ കണ്ടിരുന്നത് അതിൻ്റെ കംപ്ലീറ്റ്ലി നിങ്ങൾ അതിൽ നിന്നൊക്കെ മാറി നിങ്ങൾ വേറൊരു എനർജിയിലോട്ട് വന്നു. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ഹൈ ലെവലിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇമോഷണലിയും മെൻ്റലിയൊക്കെ നിങ്ങൾ ഒരുപാട് നല്ല സ്റ്റേബിളാണ്, നല്ല രീതിയിലൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ഹീൽഡാണ്. അപ്പോൾ ആ ഒരു പേഴ്സണും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരുന്നോ ഈ ഒരു റിലേഷൻഷിപ്പിൽ വിഷമിച്ചിരുന്നത് ആ ഒരു സെയിം, അതായത് നമുക്ക് മിറർ ചെയ്യാമെന്ന് പറയാം. ട്വിൻ സോൾസിന് മാത്രമല്ല നമുക്കും അങ്ങനെ നമ്മൾ സോൾ കണക്ഷനൊക്കെ ഉള്ള ആൾക്കാർ നമ്മൾ മിറർ ചെയ്യുക, അല്ലെങ്കിൽ ഈ കർമ്മം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലെ നിങ്ങളുടെ ആ ഒരു വ്യക്തിക്കും ഇതേ സെയിം നിങ്ങൾക്ക് ഫീൽ ചെയ്ത പോലെ അതേപോലത്തെ ഒരു ഇമോഷൻ കൂടെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് സെയിം രാത്രി സമയങ്ങളിൽ ഉറക്കമില്ല, മനസ്സ് ഫുള്ളായിട്ടും നിങ്ങളുടെ വിചാരം മാത്രമാണ്, നിങ്ങളെപ്പറ്റി മാത്രം ഓർക്കുന്നു. ഇപ്പോൾ നിങ്ങൾ വേറെ ആരെങ്കിലും സംസാരിച്ചാലോ, അല്ലെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ വേറെ റിലേഷൻഷിപ്പിലോട്ട് പോയാലോ കല്യാണം കഴിച്ചാലോ, അപ്പോൾ ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചിരുന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ അതൊക്കെ ഓർത്ത് അയാൾക്ക് ഒരുപാട് വിഷമമുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ആ ഒരു ലൈഫിൻ്റെ ആ ഒരു ടൈമിൽ നിങ്ങൾ വിഷമിച്ചത് അതുപോലെ തന്നെ ഇപ്പോൾ ആ ഒരു പേഴ്സണും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് അനുഭവിച്ച് നിങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി ഇപ്പോൾ ഒരുപാട്. അപ്പോൾ അത് നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. നിങ്ങൾ നല്ല രീതിയിലല്ല പോയത്, അതായത് ഒരുപാട് വിഷമിച്ചു ഒക്കെ തന്നെയാണ് പോയിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന്. പക്ഷേ ഇപ്പോൾ അയാൾ, അതായത് അന്ന് നിങ്ങൾ ബൈ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ച് എന്തോ ഒരു സാഹചര്യം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ പോലും അയാൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറയാൻ പോലും കൂടെ നിന്നിട്ടില്ലാത്തൊരു എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിഷമിച്ച്, അതായത് നിങ്ങൾ ഇയാളിൽ നിന്നും എന്തോ ഒരു ജസ്റ്റ് പൊയ്ക്കോട്ടെ അല്ലെങ്കിൽ പോട്ടെ അല്ലെങ്കിൽ സാരമില്ല അല്ലെങ്കിൽ അത് ശരിയാ അങ്ങനെ എന്തെങ്കിലും ഒരു വേർഡായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത്. പക്ഷേ ഇയാൾ ഒട്ടും, അതായത് നിങ്ങൾ അയാളുടെ ആരും അല്ല എന്ന രീതിയിലാണ് അയാൾ ബിഹേവ് ചെയ്തത്. അയാൾക്ക് എന്താ പറയുക, ഒട്ടും കെയർ ചെയ്യാത്ത രീതിയിൽ. അപ്പോൾ അതിൽ നിങ്ങൾ ഒരുപാട് മനംനൊന്തും വിഷമിച്ചു ഒക്കെ നിങ്ങൾ പോയി. ഇപ്പോൾ അയാൾക്ക് അന്ന് നിങ്ങളോട് കാണിച്ച, ഇപ്പോൾ ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കുന്നത്, അതായത് അയാൾ നിങ്ങൾക്ക് എന്തോ നല്ല രീതിയിലൊരു ആവശ്യം വന്ന ഒരു സമയത്ത് അയാൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നൊരു എനർജിയാണ്. അപ്പോൾ അതിനെപ്പറ്റി അയാൾ ഒരുപാട് ഓർക്കുന്നുണ്ട്. അയാളുടെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക് എന്നാണ് അയാൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അയാൾ സ്വന്തമായിട്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും, അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു ഇൻസിഡൻറ്റ് ഇതുപോലത്തെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ അയാൾ മനസ്സിലായി. അപ്പോൾ അതിപ്പോൾ അയാൾ സ്വന്തമായിട്ട് മനസ്സിലാക്കി അയാൾ അതിനൊക്കെ അയാളെ തന്നെ കുറ്റപ്പെടുത്തി അയാളെ തന്നെ അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അയാൾക്കിപ്പോൾ അന്നത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അയാൾക്കിപ്പോൾ നിങ്ങളിലോട്ട് വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ എനർജി അയാൾക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു അയാളെന്നൊക്കെ ഇപ്പോൾ അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അയാളുടെ മൈൻഡിൽ ഇപ്പോൾ ഫുള്ളും നിങ്ങളുടെ വിചാരങ്ങളും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം എന്നൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സണിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വരില്ല എന്ന് ചിലപ്പോൾ അയാൾക്ക് അറിയായിരിക്കും. പക്ഷേ എന്നാലും അയാൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഒരു പ്രസൻസും നിങ്ങളുടെ കൂടെ ഉള്ളൊരു ലൈഫുമാണ്. അപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വിളിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു പേഴ്സൺ കോണ്ടാക്റ്റിനുള്ള ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ ഈ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ ഇപ്പോൾ നിങ്ങളോട് വളരെയധികം ഇഷ്ടമുണ്ട്. അയാൾ കാണിച്ച ഓരോ കാര്യങ്ങളും ഒക്കെ അയാൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് നിങ്ങൾ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.